പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിൽ ആദ്യത്തെ അപ്ഡേറ്റ് WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്ദറിൻ്റെ കോൺട്രാക്റ്റ് അപ്ഡേറ്റ് ആണ്. നിലവിൽ PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ഗിന്ദർ അദ്ദേഹത്തിൻ്റെ WWEയുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ കോൺട്രാക്റ്റ് പുതുക്കുന്നതിൻ്റെ അവസാനത്തെ ആ ഒരു ഡിസ്കഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗിന്ദർ ഇനി മൾട്ടി ഇയർ ഡീലാണ് സൈൻ ചെയ്യാൻ സാധ്യത എന്നാണ് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഒരു 5 വർഷമെങ്കിലും ഗിന്ദറിൻ്റെ നിലവിലെ WWE റൺ നമുക്ക് തുടർച്ചയായി കാണാൻ സാധിക്കുമെന്നാണ് PW ഇൻസൈഡർ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗിന്ദറിന് ഇതേ ലെവലിലുള്ള പുഷായിരിക്കും ഇനി തുടർന്നുള്ള വർഷങ്ങളിലും കിട്ടാൻ പോകുന്നത്. കൂടാതെ ഗിന്ദറിൻ്റെ നെക്സ്റ്റ് മാച്ച് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഇവൻറ്റിൽ ഫിൻ ബെലർ എന്ന ജഡ്ജ്മെൻറ്റ് ഡേ ടീമിൻ്റെ ലീഡറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് റോ നെറ്റ്ഫ്ലിക്സിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 2025 ജനുവരി മാസം മുതൽ നെറ്റ്ഫ്ലിക്സിലായിരുന്നു അമേരിക്കയിൽ റോ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ സ്റ്റാറ്റസ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല. അപ്ഡേറ്റ് ലഭിച്ചാൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ നമ്മൾ പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് പല കൂട്ടുകാരും ചോദിച്ചിരുന്നു. ടെലിവിഷനിൽ നിന്ന് ഓൺലൈൻ സ്ട്രീമിങ്ങിലേക്ക് എത്തുമ്പോൾ WWE റോ എപ്പിസോഡിൻ്റെ TV റേറ്റിംഗിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത്. അതായത് സ്ഥിരമായി ബ്ലഡ് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു TV 14 ആ ഒരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റേറ്റിങ്ങിലേക്ക് മാറാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിലവിൽ ഇന്നലെ കഴിഞ്ഞ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടുള്ള ഒരു മീഡിയ ഇവൻറ്റിൽ WWE നിലവിലെ പ്രസിഡൻ്റായ നിക് ഗൻ വെളിപ്പെടുത്തിയത് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന റേറ്റിംഗിൽ ഒരു വ്യത്യാസവും വരുത്താൻ പോകുന്നില്ല. ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോ ആയിട്ട് തന്നെയായിരിക്കും ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് PG കാലഘട്ടമാണ്. അതായത് പാരൻസിനും ആർക്കും വേണമെങ്കിലും കാണാൻ സാധിക്കുന്ന, കുട്ടികൾക്ക് വരെ കാണാൻ സാധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് WWE എൻ്റർടൈൻമെൻറ്റ് പരിപാടി എന്ന രീതിയിൽ ഷോകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതേ ഒരു റേറ്റിംഗിൽ തന്നെയായിരിക്കും നെറ്റ്ഫ്ലിക്സിലും സ്ട്രീം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിക് ഗൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ബ്ലഡും മറ്റ് സീനുകളും കാത്തിരിക്കുന്ന കൂട്ടുകാരികളെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആണ് നിക് ഗൻ പങ്കുവെക്കുന്നത്. അതിനർത്ഥം പൂർണ്ണമായി ബ്ലഡ് ഇല്ല എന്നല്ല, പക്ഷേ കൂടുതൽ ബ്ലഡ് ഉപയോഗിക്കുന്ന സെഗ്മെൻറ്റുകൾ നമുക്ക് ഇതുവരെ എങ്ങനെയാണോ PG കാലഘട്ടത്തിൽ ഷോ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതേ ഒരു രീതിയിൽ തന്നെയായിരിക്കും നെറ്റ്ഫ്ലിക്സിലും തുടർന്ന് കാണാൻ സാധിക്കുക. അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് 2025 ആദ്യ പ്രീമിയം ലൈവ് ഇവൻ്റായ ഫെബ്രുവരി മാസത്തിൽ നടക്കാൻ പോകുന്ന ആ റോയൽ റംബിൾ മത്സരങ്ങളിൽ, അതായത് ഇപ്പോൾ മെൻസിൻ്റെ മത്സരമായാലും വുമൻസിൻ്റെ മത്സരമായാലും അതിൽ വിജയ സാധ്യത കൂടുതലുള്ള ഫേവറേറ്റ് ലിസ്റ്റിലെ ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ബെറ്റിംഗ് സൈറ്റിൽ നിലവിൽ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആ റെസ്ലർ വുമൻസ് റോയൽ റംബിൾ മത്സരത്തിൽ ബെക്കി ലഞ്ച് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബെക്കി ലഞ്ച് നിലവിൽ WWE നിന്ന് മാറി നിൽക്കുകയാണ്. ബെക്കി ലഞ്ചിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്സ് നമുക്ക് അറിയാൻ സാധിച്ചത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ WWE ഒരു മീഡിയ ഇവൻറ്റ് നടത്താൻ പോയപ്പോൾ ബെക്കി ലഞ്ചും അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മറ്റ് WWE സൂപ്പർ സ്റ്റാർസ് അപ്പിയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഹസ്ബൻഡായ സെത്ത് റോളിൻസിൻ്റെ ഒപ്പം ബെക്കി ലഞ്ചും അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെക്കി ലഞ്ചിൻ്റെ തിരിച്ചുവരവ് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്സ് ആണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ പിന്നീട് പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ് മെൻസ് റോയൽ റംബിൾ മത്സരത്തെ സംബന്ധിച്ചാണ്. മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ ഒരു ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റെസ്ലർ ദ റോക്കാണ്. റോക്കും നിലവിൽ WWE ആക്റ്റീവ് അല്ല. റോക്കിൻ്റെ ഒരു റിട്ടേൺ ഒക്കെ ഇനി ഭയങ്കര സർപ്രൈസ് ആയിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നിലവിലെ ലിസ്റ്റിൽ റോക്കാണ് മെയിൻ ഇവൻറ്റിൽ നടക്കാൻ പോകുന്ന മെൻസ് റോയൽ റംബിൾ മത്സരത്തിൻ്റെ വിജയസാധ്യത കൂടുതലുള്ള ഒരു ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ ലിസ്റ്റിൽ ഇനി ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആദ്യം ജോൺസണയുടെ പേരാണ് മെൻസ് റോയൽ റംബിൾ വിന്നറായിട്ട് കേട്ടിരുന്നത്. ഇപ്പോൾ അത് റോക്കിൻ്റെ പേരായി. ഇനി റോയൽ റംബിളിനോട് അടുക്കും തോറും ഈ ലിസ്റ്റിൽ വലിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുന്ന വ്യത്യാസങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.